ആരും ചിരിക്കല്ലേ, ഒരു മാസ് ഐറ്റം ഞാൻ കാണിച്ചു തരാവേ, കേട്ടോ. കേരളം തമിഴ്നാട് വെച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും BJP പിടിച്ചടക്കിയേക്കുവാണ്. ഈ എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചടക്കിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മാത്രം ഇവർക്ക് ഇത്രമാത്രം സ്വാധീനമുള്ള രണ്ട് സംസ്ഥാനങ്ങളായിട്ട് മാറാത്തെന്നുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? BJPയുടെ വജ്ര ആയുധം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നരേന്ദ്രമോദിയുടെ തുളച്ചു കയറുന്ന പ്രസംഗങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കൂടുതലും ഹിന്ദിയിലാണ്. ഈ ഹിന്ദിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ആളുകളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി അവര് ആ ഒരു പാർട്ടിയിലേക്ക് കൂടുതലായിട്ട് ആകൃഷ്ടരായിട്ട് പോവുകയും ചെയ്യും. പക്ഷെ കേരളത്തിനും തമിഴ്നാടിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രഭാഷയാണെങ്കിൽ ഹിന്ദി വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പൊ പുള്ളി എത്ര നന്നായിട്ട് സംസാരിച്ചാലും ഹിന്ദി മനസ്സിലാക്കാതെ ഇത് എന്താണ് പറയുന്നത് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോ സമ്പൂർണ്ണ അണ്ണൻ ഒതുക്കത്തി ജീനെ വിളിപ്പിച്ചുകൊണ്ട് കേരളത്തിനെയും തമിഴ്നാടിനെ ഊക്കാനായിട്ടാണ് നോക്കിയത്. പക്ഷേ അണ്ണൻ അവസാനം പറഞ്ഞ ഒരു സാധനത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഇന്ത്യക്ക് രാഷ്ട്രഭാഷ ഇല്ല, ഓക്കെ. ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ഉള്ളത്. ഭരണഘടനയുടെ സെക്ഷൻ 8 പ്രകാരം ഇന്ത്യയിലാകമാനം 22 ഔദ്യോഗിക ഭാഷകൾ മാത്രമാണ് ഉള്ളത്, ഓക്കെ. അതവിടെ ചീറ്റി. ഇനി അങ്ങ് തമിഴന്മാർക്കും മലയാളികൾക്കും ഹിന്ദി അറിയാൻ മേലാത്തോണ്ടാണ് BJP പച്ച പിടിക്കാത്തതെന്ന്. എന്റെ പൊന്നളിയ, ഇന്ത്യയിൽ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദിനെ ഒന്നാമത്തെ ലാംഗ്വേജോ രണ്ടാമത്തെ ലാംഗ്വേജോ മൂന്നാമത്തെ ലാംഗ്വേജോ ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളുടെ ശതമാന കണക്കിൽ നോക്കുകയാണെങ്കിൽ 60% താഴെയേ ഉള്ളൂ. അതുമല്ല, ഇനി പ്രധാനമായിട്ട് ഹിന്ദി സംസാരിക്കുന്നവരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് 50% താഴെയാ. എടാബേ, ഇതൊന്നും അറിയാത്ത നമ്മുടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വന്നിറങ്ങുന്ന ആസാമികളുടെയും ബംഗാളികളുടെയും ബീഹാറികളുടെ എണ്ണം എത്രയാണെന്ന് വല്ല പിടുത്തമുണ്ടോ? ഈ മോദിജിയുടെ തലയ്ക്കകത്തോട്ട് കയറ്റി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വണ്ടി കയറി ഇങ്ങ് പോരും, ഇങ്ങ് കേരളത്തിലേക്ക്. പിന്നെ നീ പറയാതെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ മോദിജി പുള്ളിക്ക് ആകപ്പാടെ അറിയാവുന്ന ഹിന്ദിയാ. അപ്പൊ ചിലമാരൊന്നും പറയും പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, നിനക്ക് അറിയാവോന്ന്. എടേ, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ആളുകളുടെ മുന്നിൽ ഇംഗ്ലീഷിൽ വേണം സംസാരിക്കാൻ. ആർക്കും മനസ്സിലാക്കാതിരിക്കാനാണോ ഈ കേരളത്തിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഈ മറ്റേ മങ്കി ബാത്ത്, അയ്യോ അത് പറയാതിരിക്കല്ലേ. മങ്കി ബാത്ത് എന്ന് പറഞ്ഞിട്ട് ഈ 50% ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഹിന്ദിയിലിരുന്ന് ഘോരം പ്രസംഗിക്കുന്നത്. എടേ, മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് നിന്നിട്ടെങ്കിലും ഇംഗ്ലീഷിൽ 2 ചോദ്യങ്ങളും 2 ഉത്തരങ്ങളും പറയാൻ പറ. മാസമായിട്ട് കൈയടിക്കുന്നിട്ട് ഊക്കാൻ നോക്കിയിട്ട് ഏറ്റവും അവസാനം ഊക്ക് വാങ്ങിച്ചിട്ട് പോവല്ലേ എന്റെ പൊന്ന് നരേന്ദ്രൻ മോനെ. പിന്നെ പറയുന്ന ഈ ഹിന്ദി മനസ്സിലാവാത്തത് കൊണ്ട് അധികാരം കിട്ടാത്ത വേറെ ചില സംസ്ഥാനങ്ങളും ഉണ്ട്. അതണ്ണം മറന്നുപോയതാണെന്ന് എനിക്ക് അറിയത്തില്ല. കർണാടക, തെലുങ്കാന, ഹിമാചല്, കേരളം, തമിഴ്നാട്, പഞ്ചാബ്, മിസോറാം. എന്നതായി പറയുന്നത്